ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആവണ സ്ലോഗിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞാൽ നേരെ പറമ്പിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് ഇന്ന് പണിക്ക് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കൊടിവള്ളികളൊക്കെ ഒന്ന് കെട്ടിവിടലും പിന്നെ കൊടിയുടെ ചൂട്ടിലുള്ള കാട് റെഡിയാക്കുക, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെയാണ്. കാരണം നമുക്ക് വെയിലാണ്, നല്ല വെയിലാണ്. മഴയൊക്കെയുള്ള ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ കൊടിയുടെ ചൂട്ടിലുള്ള പണികളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാറ്. കാരണം ചീച്ചിലോടും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് മഴയുള്ള ടൈമിൽ നമ്മൾ അങ്ങനത്തെ പണികളൊന്നും ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അതിലൊക്കെ അടച്ച് നേരെ പറമ്പിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അത് പണിക്കാരൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ആവണിക്കുട്ടി ഇന്ന് ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അതായത് നമ്മുടെ അംഗൻവാടിയിൽ പോയിട്ടുണ്ട്. കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന് പറയാൻ ഇടയ്ക്കൊന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ കരച്ചിൽ വാശിയോ അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനെല്ലാം ഓക്കെ ആയി വരുന്നത്. നമ്മൾ പ്രതീക്ഷ പോലെ കരച്ചിലും വാശിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനം കേട്ടോ. കാരണം ഞങ്ങൾ വിചാരിച്ച് നിൽക്കുന്നുണ്ടാവില്ല എന്നിരുന്നാലും അങ്ങനെ അപേക്ഷിച്ച് നല്ല ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല അവിടെ ഇരിക്കട്ടെ. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് കൂട്ടാന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ പറമ്പിലേക്ക് പോകാം കേട്ടോ. എന്താ ഒരാളിതാ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ഥിരം ആളുടെ പരിപാടി കേട്ടോ. ഇതേപോലെ കരികെ അത് കൂടെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും കൊണ്ടുപോകില്ല കേട്ടോ. കാരണം കുറേ നേരം അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഞാൻ അവിടെ നിൽക്കട്ടെ. വേറെ ആരും കളർ നമ്മുടെ ഡയാന കുട്ടി. അപ്പോൾ എന്തായാലും അവിടെ നിൽക്കട്ടെ. നോക്കിയതാ നമ്മളിതാ ഞാൻ റോഡ് സൈഡിൽ കൂടെ കേട്ടോ പോകുന്നത്. നമുക്ക് 2-3 സ്ഥലത്തിൽ കൂടെ പോകാൻ വേണ്ടി പറ്റും. നമ്മുടെ പറമ്പിൽ പല അതായത് പണി എവിടെയാണ് നടക്കുന്നത് ആ ഒരു ഏരിയയിൽ കൂടെ പോകുകയാണെങ്കിൽ നമുക്ക് പല രീതിയിൽ കൂടെ പോകാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ റോഡിൽ കൂടെ പോയിട്ട് അങ്ങനെ താഴേക്ക് ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ കാരണം ആ ഒരു ഭാഗത്തായാലും നമുക്ക് പണിയില്ല. അപ്പം നേരം നമുക്ക് ആ വഴി പോവാം. അപ്പോൾ നോക്കിയിട്ട് അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ മഴ പെയ്തതിൻ്റെ അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ മഴയൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു ഹമ്പ് പോലൊരു സംഭവമാണ് ഇവിടെ. അങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ ഉറവ് വന്നിട്ട് ഇങ്ങനെ താഴേക്ക് നമ്മുടെ പറമ്പിലേക്കാണ് പോകുന്നത്. നോക്കി ഇവിടെയൊക്കെ ഇങ്ങനെ മണൽത്തരി പോലെ കുറേ വന്നടിഞ്ഞിട്ട് ഇവിടെയൊക്കെ നല്ലൊരു കുറച്ച് ഹൈറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം നല്ല ഫോഴ്സിൽ മഴ പെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുത്തി ഒഴിച്ച് വെള്ളം വന്ന് ഇവിടെ കുറേ മണ്ണും കല്ലൊക്കെ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ പോവാം. എല്ലാവരുടെയും എങ്ങനെയുണ്ട് ക്ലൈമറ്റൊക്കെ? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയും കിട്ടും, നല്ല വെയിലും ഉണ്ട്. എന്നാലും നമുക്കിപ്പോൾ ബെറ്റർ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് തന്നെയാണ്. പിന്നെ രാത്രിയൊക്കെ നല്ല മഞ്ഞാണ്. ഇത് പുലർച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല മഞ്ഞായിരിക്കും. രാവിലെ നമ്മൾ പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ മഴ പെയ്ത അവസ്ഥയിലായിരിക്കും കേട്ടോ. നമ്മുടെ കാലും ചെരിപ്പ് ഫുള്ള് നനയും. അത്രയും മഞ്ഞ് പെയ്തിട്ട് ചെടികളും ഇലകളും ഫുള്ള് നന്നായിട്ട് നനഞ്ഞു കുളിച്ചിരിക്കുമായിരിക്കും. നല്ല തണുപ്പുണ്ട് കേട്ടോ പുലർച്ചയൊക്കെ ആകുമ്പോഴത്തേനും. അങ്ങനെ അപ്പോൾ നമുക്കിനി നേരെ പോകും. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണുന്നപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ഇതാട്ടോ നമ്മളിപ്പോൾ പോകുന്ന വഴി. അപ്പോൾ ഇങ്ങനെ റോട്ടിൽ കൂടെ പോയിട്ട് നമുക്കിത് അവിടെ താഴേക്കൊരു വഴി. അപ്പോൾ അതുവഴി അങ്ങനെ ഇറങ്ങാനാണേ ഞാനിപ്പോൾ എത്തിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ നോക്കി തുമ്പികൾ പറക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടുണ്ടേ, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇനി വൈകുന്നേരം മഴ പെയ്താലോ അല്ലേ. കാരണം തുമ്പി പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുന്നു പറയും. അങ്ങനെ ഇതാ നമ്മൾ ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നോക്കി നല്ല ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു ഫ്ലവർ. നമ്മുടെ ഗന്ധരാജൻ്റെ പൂവാണ്. ഇതിങ്ങനെ വിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൂ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഏരിയ ഫുള്ള് ഈ ഒരു പൂവിൻ്റെ സ്മെല്ലായിരിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുറേ പൂവുണ്ട് കേട്ടോ. മാത്രമല്ല ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു ചെടിക്ക്. ഒരു ചെടിയുള്ളൂ കേട്ടോ, പക്ഷെ ഒന്നും മതി. എല്ലാ ദിവസവും അതായത് മിക്ക ദിവസങ്ങളും നമുക്ക് അതിൽ പൂവുണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അമ്പലത്തിൻ്റെ അത് കൂടി ആയിട്ട് ഞാൻ പോകുന്നത് തന്നെ അമ്പലത്തിലേക്ക് പോകുന്നൊരു വഴിയാട്ടോ ഇത്. ഇതിൻ്റെ 2 സൈഡിലും ഫുള്ള് നമ്മളിങ്ങനെ ഓരോ ചെടികൾ പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ തുളസിയും അതേപോലെ തന്നെ തെച്ചി അങ്ങനെ അമ്പലത്തിലേക്ക് പൂജയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഓരോ തരം ചെടികളൊക്കെ ആട്ടോ നമ്മളിവിടെ പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ തെച്ചിക്കൊക്കെ ഒന്ന് പുഴുക്കേടിൻ്റെ മരുന്നൊക്കെ ഒന്ന് അടിക്കാനായിട്ട് നമ്മൾ അതൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പൂ പറിക്കാൻ വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് അമ്പലം. അമ്പലത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പറമ്പിലേക്ക് പോവാം. കൈസ് നോക്കി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കാലങ്ങൾ പഴക്കമായിട്ടുള്ള ഒരു മണി പ്ലാന്റിൻ്റെ ചെടിയാട്ടോ ഇവിടെ. ഒരുപാട് ഈ ഒരു ഏരിയ ഫുള്ള് കൈയടക്കിയിരിക്കണം. നോക്കി 3-4 മരങ്ങളിലായിട്ട് ഇങ്ങനെ നിറച്ച് നിൽക്കുവാണേ. ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? നോക്കി ആ ഒരു മരത്തിൻ്റെ മേൽഭാഗത്ത് ഫുള്ള് കയറിയിട്ട് ആ ഒരു മരത്തിൻ്റെ ഇനി അങ്ങ് കയറാനില്ല കേട്ടോ. അവിടുന്ന് വീണ്ടും തിരിച്ച് താഴേക്ക് വന്നിരിക്കും. അതേപോലെ തന്നെയാണ് ഈ ഒരു മരമായാലും. ഇതിൻ്റെ ചുവട്ടീനെ അങ്ങനെ കയറിയിട്ട് ഫുള്ള് ഇങ്ങനെ ചുറ്റി കിടക്കുകയാണ്. നമ്മുടെ കൊടിവലയൊക്കെ നമ്മൾ നട്ടില്ല ആ ഒരു രീതിയിലാട്ടോ നമ്മുടെ മിക്ക മരങ്ങളിലും ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഇതേപോലെ മണി പ്ലാന്റ് വളർന്നിരിക്കുന്നത്. നമ്മളിങ്ങനെ നട്ട് പിടിപ്പിക്കുന്നതിൻ്റെ ആ ഒരു രീതിയിലാട്ടോ ഫുള്ള് വളർന്നു വരുന്നത്. ഇതെങ്ങനെയാണൊരു പീസ് നമ്മുടെ പറമ്പിലൊക്കെ വന്നു പോയാൽ പിന്നെ ഫുൾ ആ ഒരു ഏരിയ കുറേ നമ്മൾ കൈയടക്കുമല്ലോ. അങ്ങനെയാണ് എന്തായാലും. ഇത് അവിടെയൊക്കെ നോക്കി തറയിൽ കൂടെയൊക്കെ നിറച്ചത് ഒരു മണ്ണിൽ കൂടെയൊക്കെ ഇങ്ങനെ ചുറ്റി പറ്റിയത് കുറേ കിട്ടോ. പിന്നെ ബോട്ടിലുകളിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഭംഗിയാണല്ലോ. അതായത് മരത്തിലേക്ക് കയറി അങ്ങ് മണ്ട എത്തുമ്പോഴത്തേനും ഇതിൻ്റെ ഇല ഈ ഒരു രീതിയിലുള്ള ഇല നല്ല വലിപ്പം, നമുക്ക് ചോറൊക്കെ ഇട്ട് കഴിക്കാൻ പാകത്തിനുള്ള വലിപ്പമാവും കേട്ടോ. ഇതിന് നമ്മൾ ബോട്ടിലൊക്കെ ആക്കിയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വളർത്തുവാണെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള ഇലയായിട്ടേ വരുള്ളൂ. ഇതേപോലെ ചെറിയ ചെറിയ ഇലയായിട്ട് കിട്ടും. പക്ഷേ
മരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതാ നല്ല വലിപ്പുള്ള ഇലകളായിരിക്കും. ഇതിൻ്റെയൊക്കെ ചോട്ടിൽ കൂടി നടക്കുമ്പോൾ നല്ല തണുപ്പും കൂളിങ്ങൊക്കെ ആട്ടോ. ഫുള്ള് ഇവിടെ പച്ചപ്പന്നെയാണ്, കാരണം ഒരുപാട് മരങ്ങളും വള്ളിക്കൂട്ടങ്ങളൊക്കെ നല്ല രസമാട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അടുത്ത ഒരുപാട് വർഷം പഴക്കമുള്ളതാ ഒരു പുളിമരത്തിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുടംപുളി ഉണക്കുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ കുടംപുളി ഉണക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു കുടംപുളി ഫുള്ള് ഇതാ യാശാൻ തന്നതാട്ടോ. എനിക്ക് നല്ല ഹൈറ്റിലാട്ടോ ഈ ഒരു മരം പോയിരിക്കുന്നു. ഫുള്ള് ഇങ്ങനെ പടർന്ന് പന്തലിച്ചെന്ന് പറയുക ഒരു നമ്മുടെ ആൽമരമൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ആൽമരത്തിൻ്റെ സെറ്റപ്പിലാട്ടോ. നേരെ ഓപ്പോസിറ്റാട്ടോ നമ്മുടെ അമ്പലം ഉള്ളത്. നല്ല കാറ്റൊക്കെ ആവുന്ന സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറേ പുളി നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ വീട്ടു. നമുക്ക് ആ ഒരു കമ്പ് നമ്മൾ അവിടെ നിന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു, ഉള്ളിലേക്ക് വീഴുന്നതുകൊണ്ട് ഇതാ വീണ്ടും ഒരു കമ്പ് അങ്ങടേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഹൈറ്റിലാട്ടോ പോകുന്നത് ഈ ഒരു മരം. അങ്ങ് മണ്ടയിൽ അങ്ങ് ഒരുപാട് ഹൈറ്റിലാണ് പോയിട്ടുള്ളത്. കാലങ്ങൾ പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ ഈ ഒരു പുളിമരത്തിന്. വർഷങ്ങളായിട്ട് നമുക്ക് ഇതേപോലെ പൂത്തൊലഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് കുടംപുളി തരുന്നൊരു മരാട്ടത്. വരെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് തന്നെ ഈ ഒരു കുറേ സ്ഥലത്തോളം ഇത് നന്നായിട്ട് നമുക്ക് നല്ല വെയിലൊക്കെ ഉള്ളൊരു ടൈമിലേ നല്ലൊരു തണലേകുന്നുണ്ടേ. ഇതുപോലത്തെ 3-4 മരങ്ങളുണ്ട് കേട്ടോ നമ്മുടെ പറമ്പിൽ കായ്ക്കുന്ന പുളിമരത്തിന്. നോക്കി അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സൂര്യൻ ചേട്ടൻ ഇതാ ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും പുളിയുടെ സീസൺ കഴിഞ്ഞു കേട്ടോ നമ്മുടെ കുടംപുളിയുടെ. അതുകൊണ്ട് തന്നെ എനിക്ക് പുളിയൊന്നും ഇപ്പോൾ കാണിച്ചു തരാനുള്ളൊരു നിർവാഹമില്ല കേട്ടോ. കാരണം അടുത്ത പ്രാവശ്യം ഈ പുളിയുടെ സീസണൊക്കെ ആകുമ്പോൾ ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ കുറച്ച്, അതായത് 2 മാസം ആവുന്നേ ഉള്ളൂ നമ്മുടെ പുളിയൊക്കെ ഫുള്ള് തീർന്നിട്ട്. അപ്പോൾ ഇത്രയും നല്ല ഹൈറ്റിൽ പോയതുകൊണ്ട് എങ്ങനെ തീർന്ന് പുളിയൊക്കെ പറിച്ചെടുക്കുക എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട. കാരണം നന്നായിട്ട് തന്നെ കാറ്റ് വീശുന്നൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അധിക ദിവസമൊന്നും ആ ഒരു പുളിമരത്തിൽ അങ്ങനെ നിൽക്കില്ല കേട്ടോ. ഒരു 2 കാറ്റൊക്കെ വീശുമ്പോഴത്തേനും ഫുള്ള് കൊഴിഞ്ഞ് താഴ്ചോട്ടത് നമുക്ക് ചിന്ന ചെതറി കിടക്കുമായിരിക്കും ഫുള്ള്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് പെറുക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാം പഴുക്കുന്നതിനനുസരിച്ച് ഫുള്ള് താഴ്ചോട്ടും നല്ല മൂത്ത് പഴുത്തിട്ടാണല്ലോ വരുന്നത്. തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം പെറുക്കി എടുക്കാറാണ്. പിന്നെ പുകയത്തിലിട്ട് അങ്ങനെ ഉണക്കാറുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഉണക്കുന്നൊരു ടൈമിൽ കാണിച്ചു തരാം. കാരണം ഒരുപാട് നീണ്ടൊരു പ്രോസസ്സ് തന്നെയാണ്. ഒരുപാട് വിറകൊക്കെ എടുത്ത് ഒരു ബ്ലാക്ക് കളറിലേക്ക് ആവേണ്ടത്. അത് പച്ച കളറിലായിരിക്കും ഒരു പുളി വരിക. പിന്നെ അത് പഴുക്കുന്നതനുസരിച്ച് മഞ്ഞ കളർ, പിന്നെ ഒരു ഗോൾഡൻ കളർ പോലെ വരും. പിന്നെ അത് നമ്മൾ പുകയത്തിട്ട് പുക കൊടുക്കുന്നതനുസരിച്ച് നല്ല ഡാർക്ക്, അതായത് ജെറ്റ് ബ്ലാക്ക് കളറിലാവട്ടെ. അപ്പോൾ നല്ല കടും ബ്ലാക്ക് കളറാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഉണക്ക്. അതായത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഫുള്ള് വാർന്ന് നല്ല ഡ്രൈ ആവേണ്ടത്. എന്നാലും നമുക്ക് വർഷങ്ങളോളം നമുക്ക് എടുത്ത് വയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ, കേട് കൂടാതെ. എന്നാലും പക്ഷെ ഉണക്കുന്നൊരു ടൈമിൽ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് നേരെ താഴേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ താഴേക്ക് പോകുന്ന വഴി. കിട്ടുന്നത് നമുക്ക് വിശാലമായിട്ട് വലിയൊരു നടക്കാൻ പാകത്തിന് വലിയ സ്ഥലമൊന്നുമില്ല. ഇത് നമുക്ക് ചെറിയ ചവിട്ട് വഴികളാണ്. നമ്മളിങ്ങനെ ഡെയിലി നടക്കുകയുള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്ത് പുല്ല് നന്നായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടല്ലേ. ഞാനിപ്പോൾ വന്നൊരു പകുതിയോളായിട്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത് വേറെ ഒന്നും ഇവിടെ നന്നായിട്ട് വെള്ളം ഒഴുകുന്നൊരു സ്ഥലം ഉണ്ട്. അപ്പോൾ അത് കൂടാതെ നമുക്കിത് അവിടെ തൊട്ടടുത്തിന് ഒരു ചെറിയ കുളവും കൂടി ഉണ്ട്. നമ്മുടെ പറമ്പിലേക്ക് ആവശ്യമായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നൊരു കുളമാണ്. അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അവിടുന്ന് വെള്ളം ഒഴുകുന്ന സൗണ്ടാണ് നല്ല സൗണ്ടിൽ കേൾക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ വോയിസ് എത്രത്തോളം ക്ലിയർ ആവുന്നതിൽ നല്ല നമുക്ക് ഇനി എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ വോയിസ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഇവിടെ നോക്കാം. അത് ഞാൻ എന്തായാലും ഒരു വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കൊന്ന് കാണിച്ചു തരാം. നമ്മൾ താഴേക്ക് ഇറങ്ങുവാണെങ്കിൽ ഒരു ഭാഗത്തായിട്ട് കുറേ ബ്ലോക്ക് കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ നട്ടിട്ടുള്ളതാണ്. അപ്പോൾ പശുവിനൊക്കെ വേണ്ടിയിട്ട് നട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല ഉഷാറായിട്ടൊന്നും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം കാണുമ്പോൾ കുറേ പേര് പണ്ടിങ്ങനെ കളിച്ചിട്ടുണ്ടാവില്ലേ, പുഴുവിൻ്റെ ഒരു സെറ്റപ്പിലൊക്കെ ഞാനും കുറേ കളിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഉണ്ട്, പൂത്തിലൊക്കെ നിൽക്കും കേട്ടോ, കുറേ പൂവുണ്ട്. ഇനി ഇവിടുന്ന് താഴേക്ക് ചെറിയൊരു ഇറക്കാണ്. പതുക്കെ ഇറങ്ങും. അപ്പോൾ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തെന്നി താഴെ ഇത്. അവിടെ ഇതാണ് കേട്ടോ അതിൽ ഒരെണ്ണം. അപ്പോൾ പുറകിൽ വരുന്ന വെള്ളം നമ്മളിങ്ങനെ ഓച്ച് വഴി തിരിച്ചതാ ഈ രീതിയിൽ വിട്ടിരിക്കുവാണേ. അതിൻ്റെ അവിടെ ഒരു കുളം ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. ഇതാണ് അപ്പോൾ നമ്മുടെ കുളം. അപ്പോൾ ഈ ഒരു കുളത്തിൽ കുറേ മീൻ കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം നമ്മൾ വന്നൊരു സൗണ്ട് ചെയ്തിട്ട് താഴെ എല്ലാം പോയി ഒളിച്ചിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ കുറേ നേരം നോക്കി വെയിറ്റ് ചെയ്തിരുന്നാൽ നമുക്ക് കാണാം.
അപ്പോൾ എന്താ ഞാനത് വേറൊരു ദിവസം കാണിച്ചില്ല. കാരണം അപ്പോൾ കുറച്ച് നേരം നോക്കിയിട്ട് ഒന്നിനും മേളിൽ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഫുൾ ടൈം ഇതിൽ വെള്ളം കിട്ടും. എത്ര വേനൽക്കാലം വന്നാലും ഇതിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. ഒരു രീതി തന്നെ നിറഞ്ഞു കിടക്കുകയാണ് ഒരു കുളം. ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ വാഴകളുണ്ട്. നമ്മുടെ ഈ വർഷത്തെ വാഴ കേട്ടോ. അതൊക്കെ അവിടെ നിന്ന് കയറിയിട്ടുണ്ടേ. നമുക്ക് നേരെ താഴേക്ക് പോകട്ടെ. അപ്പോൾ അവിടെയാണ് പണിയൊക്കെ നടക്കുന്നത്. നമ്മുടെ കാപ്പിക്ക് പ്രാവശ്യം പറിച്ചിട്ടപ്പോൾ ഇത് പറിക്കുന്ന ഒരു ടൈമിന് മൂത്തിട്ടുണ്ടാവും. ഇത് വേറൊരു ഇനം കാപ്പിയാണ്. അപ്പോൾ ഇത് മൂക്കാൻ കുറച്ച് ടൈം എടുക്കും. കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായതാണ്. അതുകൊണ്ട് അത് നമ്മൾ പറിച്ചിട്ടുണ്ട്. പഴുത്തിട്ടൊന്നുമില്ല, എല്ലാം പറിച്ചാണ്. അപ്പോൾ നമുക്ക് പഴുത്തിട്ട് പറിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. നേരെ താഴേക്ക് പോകാം കേട്ടോ. ഞാനിപ്പോൾ അവിടെ നിന്ന് കാണിച്ചു തന്നിട്ടുള്ളൊരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം എന്താ ഇങ്ങനെ ഇവിടെ നമുക്കൊരു ചാലുണ്ട് കേട്ടോ. ആ ഒരു ചാല് വഴി ഒഴുകി അങ്ങനെ താഴേക്ക് എത്തുന്നുണ്ട്. അത്യാവശ്യം നല്ല ലോങ് പോകുന്നുണ്ട് കേട്ടോ. അത് ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബംബ്ലീസ് ഉണ്ടല്ലോ, ഒരു ബംബ്ലീസ് മരത്തിൻ്റെ ചുവട്ടിലാണേ. കുറേ ഉണ്ട് കേട്ടോ ബംബ്ലീസ്, മൂത്തതും മൂക്കാസും ഒക്കെ ആയിട്ട് ചെറുതും വലുതായിട്ട് പല സ്റ്റേജിലുള്ള കുറേ ബംബ്ലീസ് ഉണ്ട്. നോക്കി നമ്മുടെ കൈ എത്തും ദൂരത്ത് തന്നെ ഒരാളെ കാണുന്നുണ്ടോ. ഈ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെയോ കുറേ വള്ളിച്ചെടികളൊക്കെ കയറി പോയിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം ഫ്ലാറ്റിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല. മുഖത്തിനനുസരിച്ച് നന്നായിട്ടൊരു യെല്ലോ കളറായി തുടങ്ങും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഴുക്കാണ്. ഇപ്പോൾ മുകളിലേക്ക് ഉണ്ട് കേട്ടോ കുറേ യെല്ലോ കളറായി നിൽക്കുന്നത്. ഇത് ജ്യൂസ് കഴിക്കാനും അത് നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ നല്ലതാണ്. കാരണം ഒരുപാട് പുളിയുമില്ല, എന്നാൽ ഒരു നല്ല മധുരമല്ല. അങ്ങനെ അച്ചാറിടാനും അടിപൊളി കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഇവിടേക്ക് കുറേ ഒരുമിച്ച് തൂങ്ങിക്കിടക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. മുകളിലേക്കും താഴേക്കൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാടുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു വലിയൊരു ഇത് പോയിട്ടുണ്ട്. നമ്മുടെ എന്താ സംഭവത്തിൻ്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. നമ്മുടെ വെറ്റിലയുടെ വള്ളി കേട്ടോ. ഏതിനും വെറ്റില എന്നറിയില്ല. അപ്പോൾ ഒരുപാട് ഹൈറ്റിലങ്ങ് പോയിട്ട് ഫുള്ള് ചുറ്റി ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ചിട്ടില്ലേ നമ്മുടെ മണി പ്ലാന്റ്, അതേ രീതിയിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ബംബ്ലീസിൻ്റെ കളറ് ചിലത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഒരു ലൈറ്റ് റോസ് പോലെ ആയിരിക്കുമല്ലോ, ചിലതാണെങ്കിൽ വൈറ്റ്. നമ്മുടെ കയ്യിലുള്ളതാ ഈ കാണിച്ചു തരുന്നത് വൈറ്റ് ആണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അത് ചെറിയ പുളിയും ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് എനിക്ക് വേറെ ഇതിൽ തന്നെ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട്. എവിടെയൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട് കേട്ടോ. നമുക്കിത് സ്ക്വാഷൊക്കെ ഉണ്ടാക്കി വെച്ചാലും അടിപൊളിയാണ്. വെള്ളേക്ക് ഉണ്ട് കേട്ടോ. ഇങ്ങനെ റാ പോലെ ഇങ്ങനെ പന്തലിച്ച് കിടക്കുകയാണ് ഈ ഒരു മരമായാലും. അങ്ങേ അറ്റത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ഭാഗത്തുള്ളതൊക്കെ ഇതാ മൂത്ത് വരുന്നതേ ഉള്ളൂ, അതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇതാ ഈ കാണുന്ന ആശാൻ മൂത്ത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ സന്തോഷമുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സൊക്കെ നല്ല ഹാപ്പി ആക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ പറമ്പിൽ വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇതേപോലെ നമ്മുടെ മനസ്സിന് സങ്കടം തരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ കൃഷിയല്ലേ, അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ നേരിട്ട് കൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നോക്കി ഇത് നോക്കി നല്ല രീതി തന്നെ വന്നിട്ടുള്ള നമ്മളൊരു കൊടിവള്ളി ആട്ടോ. അപ്പോൾ നോക്കി പകുതിയിൽ വെച്ചിട്ട് അങ്ങ് കട്ടായി പോയിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് കയറി പോയിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ അവിടെ വെച്ച് കട്ടായപ്പോൾ ആ ബാലൻസ് ഭാഗം ഇങ്ങനെ തൂങ്ങി കിടക്കുമല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ ഉണങ്ങിപ്പോയിട്ടൊന്നുമില്ല, പക്ഷെ നമ്മളിത് കയറി പോയിട്ടില്ല, ആ ഒരു ചുറ്റി കയറി പോയിട്ടില്ല. ആ ഒരു ഭാഗം വെച്ച് ഉണങ്ങി കട്ടായിരിക്കണം. അപ്പോൾ നമുക്കിതിന് വേറൊരു കമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു അതിൽ തന്നെ ഒരു കമ്പ് കൂടി ഉണ്ട് കേട്ടോ. നന്നായിട്ട് പോയിട്ടുണ്ട്, കണ്ടില്ലേ, ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ മേലിലേക്ക്. അപ്പോൾ ഒന്നിലേക്ക് അതിലേക്ക് ചുറ്റി വിടണം, അല്ലെങ്കിൽ നമുക്കൊരു മുരിക്കിൻ്റെ കാല് താഴെ തന്നിട്ട് അതിലേക്ക് ചുറ്റി പടത്തി വിടണം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സങ്കടമാണ്. കാരണം നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ട് ഒരു പകുതിക്ക് വെച്ചിട്ട് ഇങ്ങനെ കട്ടായി പോകുമ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പറമ്പിൽ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ശീമക്കൊന്നൊക്കെ ഫുള്ള് ഒഴിവാക്കുന്നത്. കാരണം ശീമക്കൊന്ന നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് അതൊരു ലെവലായിട്ട് കായ്ച്ചു തുടങ്ങുന്ന ഒരു പരുവത്തിലാട്ടോ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ മറിഞ്ഞു വീഴാറ്. അപ്പോൾ എത്രയായാലും നമുക്കൊരു വിഷമാണല്ലോ. തിരികെ ഇരിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. മൂത്തിട്ടൊന്നുമില്ല, മൂക്കുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ കുരുമുളകിൻ്റെ വിളവെടുക്കുന്ന സമയം ആയിട്ടില്ലല്ലോ, ആവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ തിരികെ. പകുതിക്ക് വെച്ച് കട്ടായിരിക്കും, അതിങ്ങനെ പുഴുക്കേട് പോലെ വന്നിട്ട് പിന്നെ അങ്ങനെ കട്ടാകും കേട്ടോ. ചില സമയത്താണെങ്കിൽ ഇത് താഴ്ഭാഗം വെച്ച് തന്നെ കട്ടാവുന്നുണ്ട്. ബാക്കി താഴ്ഭാഗം വെച്ച് കട്ടായിട്ടില്ല കേട്ടോ. കാരണം അതായത് ഒരു കമ്പ് ഉണ്ട് കേട്ടോ, നല്ല ഉഷാറായിട്ട്. ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടേ. കാണിച്ചു കേട്ടോ എവിടെയാണ് കട്ടായിരിക്കുന്നത്. കുരുമുളകിലൊക്കെ തിരിയിട്ടിട്ട് ഏകദേശം ഒരു സ്റ്റേജിലായി നിൽക്കുകയാണ് നമ്മുടെ എല്ലാ കൊടിവള്ളികളിലും. അപ്പോൾ ഇതാ
സൂര്യൻ്റെ ഒരു ഇത് വന്നിട്ട് നന്നായിട്ട് ഞാൻ ഷെയ്ഡ് അടിക്കുന്നുണ്ട് കേട്ടോ ക്യാമറയിലേക്ക്. ഇതാ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്, പകുതിക്ക് വെച്ചിട്ടെന്ന് തന്നെ പറയാം കേട്ടോ. കറക്റ്റ് ഒരു സൂര്യൻ്റെ നേർക്കാട്ടോ അത് വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കളർ ചേഞ്ച് പിന്നെ അങ്ങോട്ട് നോക്കാൻ വേണ്ടി പറ്റുന്നില്ല, കണ്ണിൽ കുത്തുന്ന രീതിയിലാണ് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ. നല്ല രീതിയിൽ വളർന്നു വന്നിട്ട് ആ ഒരു പകുതി എത്തിയിട്ട് ഇങ്ങനെ പുഴുക്കേട് പോലെ വന്നിട്ട് റൗണ്ടിൽ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കറന്ന് പോയിട്ട് അങ്ങനെ അങ്ങ് മറിഞ്ഞു വീണാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് റെയിൻബോസൊക്കെ കാണുന്നുണ്ടാവും, കാരണം സൺലൈറ്റ് അത്രയും നല്ല ഫോഴ്സിലാട്ടോ നിൽക്കുന്നത്. അങ്ങനെതാ ഞാൻ അവിടെ നിന്ന് അതൊക്കെ താഴേക്ക് പോകുന്നിരിക്കുവാണ്, കാരണം നമുക്ക് അത് കുറച്ചൊന്ന് പണി ഉണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് അധികം വൈകാത്ത ദിവസങ്ങളിൽ തന്നെ അതിനൊന്ന് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് എടുക്കാം. കണ്ടതോ ഈ ഒരു ഭാഗത്തേക്ക് കേട്ടോ ഒരു ചാല് ഒഴുകുന്നത് സൗണ്ട് കേൾക്കുന്നില്ലേ കൈസ, വെള്ളം ഒഴുകുന്നതിൻ്റെ. ഞാൻ അപ്പോഴത്തെ കാണിച്ചൊരു വെള്ളത്തിൻ്റെ ഇടപെടാം. ഈ ഒരു ഭാഗത്ത് ഫുള്ള് നമ്മുടെ ഏലം കൊടി അങ്ങനത്തെയൊക്കെ കേട്ടോ ഞാൻ നടക്കുന്നതിൻ്റെ ഒരു സൈഡിലായിട്ട്. ഏലത്തിന് നമ്മളിപ്പോൾ ഒരു മരുന്നൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുവാണേ. നമുക്ക് അടുത്തൊരു പണി എന്ന് പറഞ്ഞാൽ ഏലം ഒരിക്കലാട്ടോ. അപ്പോൾ നമുക്ക് ചേച്ചിമാരൊന്നും ഇപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന, അതായത് നമ്മളിവിടെ പഠിക്കുന്ന ചേച്ചിമാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സെക്ഷൻ ഒരുക്കാനായിട്ട് ചേച്ചിമാർ പെട്ടെന്ന് കൂടെ പോകുന്നോളി. അപ്പോൾ നമുക്ക് ഇനി അധികം വൈകാതെ തന്നെ ഏലമൊക്കെ ഒന്ന് ഒരുക്കണം. നന്നായിട്ട് നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട്, കാരണം നല്ല വെയിലാണല്ലോ. അപ്പോൾ സ്പ്രിംഗ്ലർ എത്താത്ത സ്ഥലങ്ങളാണ് നമ്മൾ നനച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ പതുക്കെ താഴെ കൊണ്ടോടി ഒരു ഭാഗത്ത് കുറേ കാടുണ്ട്, പുല്ലും മൊത്തത്തിലൊരു ആണ് ഗൈസ്. അങ്ങനെ ഞാനിതാ താഴെ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇതാ ഇപ്പോൾ കാണുമ്പോഴേ നമ്മളൊരു വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീൽ നമ്മുടെ ഫ്രണ്ട്സിന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു സംശയമില്ല. കാരണം കറക്റ്റ് നമ്മുടെ ഇപ്രാവശ്യം വെച്ച് കൊടുത്തിട്ടുള്ള വാഴകളുടെ ഇടയിലാട്ടോ ഞാൻ നിൽക്കുന്നത്. നോക്കി നല്ല ഉഷാറായിട്ട് നമ്മുടെ എല്ലാ വാഴകളും നിൽക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മൾ വളമൊക്കെ കൊടുത്ത് കാടൊക്കെ വെട്ടി സെറ്റാക്കിയിട്ടാട്ടോ നിർത്തിയിട്ടുള്ളത് തന്നെ. അത് നല്ലൊരു ഉഷാറുണ്ട് ഇവിടെ നമ്മുടെ ഒരു വാഴയ്ക്കായാലും. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ കാരണം നമ്മുടെ ഈ ഒരു വാഴയുടെ ഒക്കെ അവസ്ഥ എന്തായി നോക്കാൻ വേണ്ടിയിട്ട് കൂടി കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല തണുത്ത കാറ്റിടുന്നതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ കൂടെ ഇത് കാണുമ്പോൾ മനസ്സിന് വല്ലാതൊരു സന്തോഷം കിട്ടും. നമുക്ക് നല്ല അടിപൊളിയായിട്ട് നിൽക്കുമ്പോൾ പിന്നെ തണുത്ത കാറ്റും പിന്നെ നല്ല വെയിലുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റും കൂടി ആകുമ്പോൾ ഒരു അടിപൊളി വൈബ് തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ആയാലും ചെറിയ ചെറിയ കൈത്തോടുകളൊക്കെ പോകുന്നുണ്ട്. നല്ല തണുത്ത നീരുറകളൊക്കെ കുറേ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആയാലും. അപ്പോൾ ഞാൻ ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. വാഴകൾ ഇപ്പോൾ വെച്ച് കൊടുത്ത എല്ലാം ഏകദേശം എല്ലാം ഒരേ ഹൈറ്റിൽ തന്നെയാട്ടോ നിൽക്കുന്നത്. ചിലത് മാത്രം ഇടയിൽ ഇങ്ങനെ കുറച്ച് ഹൈറ്റ് കുറവുണ്ട്, ബാക്കിയൊക്കെ ഇതാ ഈ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. കാടൊക്കെ നന്നായിട്ട് വെട്ടി കൊടുക്കുകയാണെങ്കിൽ കൂടി ഇതാ അടുത്ത കാട് വെട്ടാനുള്ളൊരു ടൈം ആയി തുടങ്ങിയിട്ടുണ്ടേ. ഇവിടെ നോക്കിയാൽ ചെറിയൊരു കൈത്തോടാണ് കേട്ടോ. കൈത്തോട്ടിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. പുല്ലപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ വെള്ളം ഇല്ലേന്നൊരു സംശയം ഉണ്ടെങ്കിൽ അത് വേണ്ട, അതിൽ വെള്ളമുണ്ടേ. അപ്പോൾ ഇത് കടക്കാൻ വേണ്ടി ഇതൊക്കെ പണ്ട് കുറേ പോയിട്ടുള്ളതാട്ടോ. ഇപ്പോൾ ഇങ്ങനത്തേക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എവിടെയെങ്കിലും കാണാറുള്ളൂ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഒരു കൈത്തോട് കിടക്കാൻ വേണ്ടി നമ്മൾ ചെറിയ അവിടെ കവുങ്ങുകളൊക്കെ ഉണ്ടാവില്ല, മണ്ട പോലെ കവുങ്ങ്, അപ്പോൾ അതൊക്കെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ആ ഒരു കവുങ്ങിൻ്റെ മേളിൽ കൂടെയൊക്കെ ഫുള്ള് വള്ളിക്കൂട്ടങ്ങളും കാടൊക്കെ വളർന്നിട്ട് ഇപ്പോൾ ആ ഒരു കവുങ്ങിനെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റു തന്നെയാട്ടോ. പണ്ടൊക്കെ ഇങ്ങനത്തെ വഴി കൂടെയൊക്കെ കുറേ സ്കൂളിലേക്ക് പോയിട്ടുള്ളതും ഒക്കെ വല്ലാത്തൊരു ഓർമ്മയാണ്. ഇപ്പോൾ ഈ വാഴകളുടെ ഇടയിലിതാ ഈ കാണുന്ന പോലെ തന്നെ കുറേ കവുങ്ങുകളുണ്ട് കേട്ടോ. കവുങ്ങിൻ്റെ അവസ്ഥ കുറച്ച് ശോകമാണ് കേട്ടോ. കാരണം നമുക്കിവിടെ നല്ല കോടയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടയ്ക്ക വളരെ കുറവ് തന്നെയാണ് കേട്ടോ കിട്ടാറ്. നമ്മൾ ചിലപ്പോൾ മരുന്നടിക്കുന്നതിൻ്റെ പോലും അങ്ങനെ കിട്ടാറില്ല കേട്ടോ. അത്രയും നല്ല ശോകമാണ്. നോക്കി നല്ല ഹൈറ്റിൽ പോയിട്ട് പല കവുങ്ങിനും മണ്ടയില്ല കേട്ടോ. ഇതിലൊക്കെ എവിടെ കൊണ്ട് മരുന്നടിക്കാനാണ്. മിക്ക കവുങ്ങിൻ്റെ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് പറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. നോക്കി അങ്ങ് മണ്ട വരെ എന്തോരം ഹൈറ്റിലാണ് പോയിരിക്കണേ ഓരോന്നും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഹൈറ്റ് എനിക്ക് ഒരു ക്യാമറയിൽ കൂടെ കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. കാരണം അത്രയും നല്ല ഹൈറ്റിലാണ്. ചോടും മേൾഭാഗം കൂടി ഒരുമിച്ച് ക്യാമറയിൽ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ തന്നെ അറിയാൻ പറ്റില്ലേ, കാണുന്ന കവുങ്ങിലൊരു പകുതിയോളം മണ്ട പോയ കവുങ്ങുകളാണ്. എന്താ അറിയില്ല, നമ്മുടെ ഈ ഒരു ഏരിയയിൽ കവുങ്ങ് പിടിക്കുന്നേ ഇല്ല. കവുങ്ങിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പം അതിൻ്റെ ഇടയിലാട്ടോ നമ്മൾ വാഴയും കൂടി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാഴത്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും നല്ലൊരു തണുപ്പ്, ഒരു നല്ലൊരു
കൂളായിട്ടൊരു അറ്റ്മോസ്ഫിയർ എന്ന് തന്നെ പറയാം. ഇവിടെ ഞാൻ എപ്പോഴും അങ്ങനെ വരാറില്ല കേട്ടോ. പക്ഷെ വന്നു കഴിഞ്ഞാലാണെങ്കിൽ പെട്ടെന്നൊന്നും പോകാറുമില്ല. ഇവിടെ എന്തോ നമ്മളെ പിടിച്ചു നിർത്തുന്നൊരു, കാരണം നല്ലൊരു അടിപൊളി വൈബ് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ വെറുതെ നടക്കാനൊക്കെ ആയാലും അതെന്തായാലും ഞാനിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാറുള്ളൂ. ഈ വെള്ളം ഒഴുകുന്ന സൗണ്ടും നല്ലൊരു തണുപ്പും മൊത്തത്തിൽ ഇങ്ങനെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കാൻ തന്നെ നമ്മുടെ മനസ്സിനൊക്കെ വല്ലാത്തൊരു ഫീലാണ്. ഇനി ഉണ്ട് കേട്ടോ, മേളിലേക്കൊക്കെ ഉണ്ട് ഒരു വാഴ തന്നെയാണ് മേളിലേക്കൊക്കെ. ഇത് ഫുള്ള് നേന്ത്രവാഴയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ച് ടൈം ആയിട്ട് ഇവിടെ വന്നിട്ട് അപ്പോൾ കുറേ നേരത്തിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ട് വെറുതെ പിന്നെ കുറച്ച് നേരം ഇരുന്നു. ഇപ്പോൾ കുറച്ച് ടൈം ആയിട്ടുള്ളൂ. അപ്പോൾ ഏട്ടനുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഏട്ടൻ അവിടെ മോട്ടറിൽ എന്തോ ശരിയാക്കിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ കവുങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കുറേ കവുങ്ങ് മണ്ട പോയതാണ്. അതുപോലെ തന്നെ ഭയങ്കര ഷോക്കായിട്ടാണ് അവസ്ഥ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇതാ ഒരു മിടുക്കനും ഉണ്ട് കേട്ടോ. ഒരുപാട് ഹൈറ്റ് ഒന്നുമില്ല, നമുക്ക് എൻ്റെ തലയുടെ ഏകദേശം അത്രയേ ഉള്ളൂ. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ പറിച്ചെടുക്കാം അല്ലേ, കായൊക്കെ ഉണ്ടായാലും. ഓക്കെ, ഇതേപോലെയാണ് എല്ലാ കവുങ്ങെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കട്ടെ. പക്ഷെ എല്ലാം അങ്ങനെ ആവില്ലല്ലോ. ഇതിങ്ങനെ ഇത് നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിട്ടൊരു കവുങ്ങാനി കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ബെഡ് തൈയാണേ, അതുകൊണ്ടായിരിക്കണം അതങ്ങനെ. ബാക്കിയുള്ളതൊക്കെ ഫുള്ള് നോർമലാണല്ലോ. അതിൻ്റെ ആണെന്നല്ല നല്ല ഹൈറ്റിൽ പോയി. ഇത്രയും ഹൈറ്റിൽ പോയി പറിക്കാൻ ആളെ കിട്ടാനൊക്കെ പാടാട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ. മരുന്നടിക്കണമെങ്കിൽ പോലും അതിൻ്റെ മേളിൽ കയറി ഒരു 3/4 ഭാഗത്തോളം കയറിയാൽ മരുന്നൊക്കെ പ്രോപ്പറായിട്ട് എല്ലാവരും എത്തുള്ളൂ. ഇത് ഒരു പൂവുണ്ടായി വരുന്ന ഒരു സ്റ്റേജിൽ അടിക്കാനൊക്കെയാണ്. അപ്പോൾ നല്ല ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആളെ കിട്ടാനൊക്കെ നല്ല പാടനെയാണ്. അപ്പോൾ എന്തായാലും ഏട്ടന് അവിടെ ഇതാ നമുക്ക് ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കുളത്തിലാണ് നമ്മൾ മോട്ടർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മോട്ടർ ഇട്ടത് നമ്മൾ നമ്മുടെ ഏലത്തിനും വാഴയ്ക്കൊക്കെ സ്പ്രിംഗ്ലർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടോ. നല്ല വേനൽക്കാലമൊക്കെ വന്ന ടൈമിൽ നമുക്ക് വെള്ളത്തിന് എല്ലാ ഭാഗത്തും ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കുളത്തിൽ നിന്ന് കേട്ടോ കൂടുതലും വെള്ളം. ഈ ഒരു കുളമായാലും നമുക്ക് വറ്റാറില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ കുറേ സ്ഥലങ്ങളിലേക്ക് വെള്ളം ഈ ഒരു മോട്ടറിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് അങ്ങനെ പല ഓസുകളിലായിട്ട് ജോയിൻ്റൊക്കെ കൊടുത്തിട്ടോ വയ്ക്കാറുള്ളത്. അപ്പോൾ അതെന്തോ മോട്ടർ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ആൾ. പിന്നെ നമുക്കിവിടെ കുറച്ച് പണികൾ കൂടി ഉണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടി. കുറച്ച് അർജൻറ്റായിട്ടുള്ളൊരു പണികളാണ്. അപ്പം അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആവണക്കുട്ടിനെ പോയി കൂട്ടേണ്ട ഒരു ടൈം കൂടി ആവുമല്ലോ. അപ്പോൾ അതിന് പോണതിന് മുന്നേ നമുക്ക് എന്തായാലും അർജൻറ്റ് അടിച്ച് ചെയ്യാനുള്ള കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. കാരണം മഴയൊന്നും ഇല്ലല്ലോ, നന്നായിട്ട് തെളിഞ്ഞുകൂടി നിൽക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്കങ്ങനെ വെയിലിൻ്റെ ഒരു എഫക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല കൂളായിട്ടൊരു അറ്റ്മോസ്ഫിയറും കൂടി ആയിട്ട് നമുക്ക് പണി ചെയ്യാനൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പണിയൊക്കെ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, പുതുതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട്. അത് ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇപ്പോൾ ബൈ.